ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവുക എന്നുള്ളത് അമ്മ തന്ന ശീലാണ്. വിഗ്രഹാരാധനകളോട് അത്ര പ്രതിപത്തിയൊന്നും എനിക്കില്ല. പക്ഷെ അമ്പലത്തിൽ വന്നാൽ പൂക്കളുടെയും കളഭത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഒക്കെ മണം, നല്ലോണം ഒരുങ്ങി വന്നിരിക്കുന്ന ആളുകൾ, അങ്ങനെ വല്ലാത്തൊരു വൈബാണ്. പിന്നെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ ആർക്കിടെക്ചർ കണ്ടാലും കണ്ടാലും മതി വരില്ല അല്ലേ. നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാതെ തെന്നി മാറുന്നു. ഇന്നത്തെ വിശേഷം പറയാം. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പൊ പിന്നെ വൈബ് ഇത്തിരി കുറവുള്ളതാണെങ്കിലും ബാംഗ്ലൂരുള്ള ഒരു അമ്പലത്തിൽ പോവാം. നല്ല ഭംഗിയുള്ള ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ മഴയായതുകൊണ്ട് ഒക്കെ മൂടി വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആ കാഴ്ചകളും സുഖങ്ങളും ഒക്കെ ഇവിടെ ഇത്തിരി മിസ്സിംഗ് ആണ് കേട്ടാ. പക്ഷെ നാട്ടിലുള്ളപ്പോൾ പോയ ഒരു അമ്പലത്തിന്റെ കാഴ്ചകളും കൂടി ഇവിടെ കിടക്കട്ടെ. എന്റെ എല്ലാ പിറന്നാളിനും ചെറുതാണെങ്കിലും അമ്മ ഒരു സദ്യ ഉണ്ടാക്കും. ഒരു മത്തന്റെ എലിശ്ശേരിയും ഒരു പപ്പടും പായസവും എന്തായാലും ഉണ്ടാവും. എന്നിട്ട് വിളക്കിന്റെ മുമ്പിൽ ഇലയിട്ടിട്ട് എന്റെ ഇലയുടെ അടിയിൽ ഒരു ചെറിയ നാക്കല കീറി വെക്കും. അതെന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ല. അതിപ്പോ അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാട്ടോ. അമ്മ മതി, ഇത്രയൊന്നും ചോറ് വേണ്ടട്ടാ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. രണ്ടാം വട്ടം കൂടി ഒരു ഇത്തിരിയും കൂടെ ചോറ് വിളമ്പി അതും കൂടി മുഴുവൻ ഉണ്ടോളണം, എന്നിട്ടേ എണീക്കാൻ പറ്റുള്ളൂ, നിർബന്ധമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കഥയാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഇതങ്ങനെയൊന്നും അല്ലാട്ടാ. ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ അമ്മ എൻ്റെ പിറന്നാള് ഇങ്ങനെ തന്നെ കേമാക്കുമായിരുന്നു. ഇന്നിപ്പോ തൽക്കാലം നമുക്ക് നല്ലൊരു മസാല ദോശ കഴിച്ച് ഈ കലാപരിപാടി ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാം.